എന്താ സ്ഥലം നീ ചെങ്ങായി അടച്ചിക്ക? ഓനെന്തോ ഒരു കല്യാണോ മൗലൂദോ എന്തൊക്കെ ഉണ്ടായിരുന്നു. ഓനിപ്പോ എന്താ ഇന്നലെ ഞാൻ ടൂർ പോയി വന്നു. ഓനിക്ക് സുഖല്ലേ? അല്ല അത് പോട്ടെ, ഓലെന്തേലും എവിടെയെന്ന് ഒരാഴ്ചക്കാലം കണ്ടു. ഞാനേ എന്നോട് പറയാം, ഞാൻ എൻ്റെ പിന്നെ അളിയൻ്റെ കയ്യിലൊക്കെ പോയി കൊടുകൂടി വീരാജുപേട്ട, പൊന്നംപേട്ട, കുട്ടം, വാളിയിലൊക്കെ പോയി ഒന്നിങ്ങനെ കറങ്ങിയാകെ അങ്ങനെ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. അപ്പോൾ അല്ല എൻ്റെ പെൻഷൻ കിട്ടിയോ? എന്റെ ഒക്കെ പെൻഷൻ കിട്ടിയ ഒരാഴ്ചയിലേറായി. എന്താ എന്താ കിട്ടാത്ത? അത് കിട്ടാത്ത ഞാൻ ഇവിടെ ഇവിടെ ഇല്ലെങ്കിൽ എന്താ വിളിക്കുമല്ലോ. അതല്ല വേറെ പ്രശ്നം. പിന്നെ എനിക്ക് ഒരു 2 മാസം 3 മാസത്തെ 1100 വെച്ചിട്ടാണ്. പിന്നെ ഞാൻ ഇവിടുന്ന് വിറ്റപ്പോൾ ഇപ്പോൾ പോയില്ല. ആ മാസം ഞാൻ പിന്നെ വന്നപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് വന്നിട്ടില്ല ആക്കാന്ന് പറഞ്ഞു. ഇപ്പൊ ഈ മാസം ഞാൻ അന്വേഷിച്ചപ്പോൾ വന്നിട്ടില്ല എന്നപ്പോ എനിക്ക് കിട്ടിയ വിവരം എന്താണാവും. പിന്നെ 1100 ഒന്നും അല്ല, ഇപ്പൊ 1600 തന്നെ കൊടുക്കണം. എനിക്കൊക്കെ കിട്ടിയൊക്കെ 1600. അതെ. അതെന്താ വേറെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും. നിങ്ങളൊന്ന് പോയി അന്വേഷിച്ചു നോക്കി. എന്ത് മിസ്റ്റേക്ക് എനിക്ക് എന്താന്നാ പറയണു? നിങ്ങളിപ്പോ അവിടെ എങ്ങനെയുണ്ട് കാലാവസ്ഥ? കൊടുകിലേക്ക് കാലാവസ്ഥ തണുപ്പാ? എന്ത് ഇടങ്ങേറായി അങ്ങോട്ട് പോയിക്കണേ. ഈ പെൻഷൻ പൈസയും കിട്ടാതിരിക്കാം. പഞ്ചായത്തിലൊന്നാണ് പോയി നോക്കി. പഞ്ചായത്തിലോ? അവിടെ അല്ലേ അതിന്റെ അതെ അവിടെ തന്നെയാ എനിക്ക് തോന്നുന്നത്. അവിടെ പോയാ അറിയാലോ. അങ്ങോട്ട് എന്തെങ്കിലും കിട്ടാണ്ടെങ്കിൽ വേഗം വാങ്ങിച്ചാൽ അപ്പം മുടക്കേണ്ട പരിപാടി. എന്തൊരു ഇടങ്ങാറാ. ഞാൻ ബസ് പോയോ? ബസ് പോയിട്ടില്ല. ഞാൻ പോയോക്കട്ടെ. പിന്നെ ഞാൻ പഞ്ചായത്തിലെ പോയോട്ടെ. ഇന്നുണ്ടാക്കിയപ്പോ ഇത് ആഴ്ചക്കും കുഴപ്പമില്ല. ചൊവ്വാഴ്ചയാണ് ലീവ്. ഒന്നല്ല ലീവ് 2-ാം തീയതി ഒറ്റയാണ്. അതെ. എന്നാ ശരി, ഞാൻ പോയോട്ടെ കേട്ടോ. കൂടെ വെച്ചാൽ തീരെ പറ്റ. ബസ് കയറാൻ പറ്റുമോ? ബസ്സിലെ എങ്ങനെയൊക്കെ ചായപൂട്ടി കയറാ. അല്ല ഇല്ല പിന്നെ നീക്കാൻ പറ്റ. അതാണ് കൊടുക്കില്ലേ. അതാണ് എന്തുകൊണ്ട്. ഞാൻ പോയോട്ടെ കേട്ടോ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എന്തൊക്കെ പോന്നേ? കുട്ടിന്റെ പെൻഷനേ 2 മാസം 3 മാസമായി. ഇപ്പൊ ഈ മാസം അടക്കം 3 മാസം കിട്ടിയിട്ടില്ല. അത് എന്റെ പെൻഷൻ മാത്രം അവിടെ അയലക്കത്തിലൊക്കെ കിട്ടിക്കൊണ്ട് എന്താ സംഭവം കിട്ടാത്തത്? എനിക്ക് ആദ്യം 2 മാസം 1100 വെച്ച് കിട്ടി. ഇപ്പൊ അതുമില്ല. ഞാൻ ചെക്ക് ചെയ്യട്ടെ. നിങ്ങളെ പേരെന്താ പറഞ്ഞേ? എന്റെ പേര് അലവിയെ. നിങ്ങളെ വാർഡോ? വാർഡ് 11. വീട്ടുപേരെന്താ പറഞ്ഞേ? കുമ്പളങ്ങത്തൊടി. കുമ്പളങ്ങത്തൊടി. ഓരോരോ അഡ്രസ്സാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മത്തങ്ങത്തൊടി എന്ന് പറയാത്ത ഭാഗ്യം. കാക്കാ, നിങ്ങളെ പേരിതിൽ കാണാനില്ല. നിങ്ങളെ സെക്രട്ടറിമാരെ ഒന്ന് ചോദിച്ചു നോക്കി. സെക്രട്ടറി അതാ അവിടെ ഉണ്ട്. എന്തൊക്കെ പോന്നോ കുട്ടിയെ? എന്റെ പിന്നെ പെൻഷൻ കിട്ടിയിട്ടില്ല. എനിക്ക് 3 മാസമായി ഇപ്പൊ പെൻഷൻ തീരെ കിട്ടാതായിട്ട്. ഇതിലിടക്ക് പിന്നെ ആദ്യം 3 മാസം 1100 വെച്ച് കിട്ടി. 3 മാസം ഇപ്പൊ തീരെ കിട്ടണില്ല. എന്റെ വേറൊരു തുണക്കാർക്കൊക്കെ കിട്ടിക്കോളൂ. കിട്ടിയിട്ടില്ല. അടുത്ത വീട് എന്റെ അവിടെ പെൻഷൻ വാങ്ങണ എന്റെ വാർഡിലെ 2 ഓൾക്ക് കിട്ടിക്കോളൂ. എന്റെ കിട്ടിയിട്ടില്ല. എന്റേത് വന്നപ്പോ കൊണ്ടുവരുന്ന ചങ്ങാതിനോട് ചോദിച്ചപ്പോ പറഞ്ഞു പിന്നെ പഞ്ചായത്തിൽ ചോദിക്കാന്ന്. പഞ്ചായത്തേക്ക് ഇനിയിപ്പോ ഞാൻ ആശുപത്രി കടന്ന സമയത്ത് ആരോ വന്നെന്ന് എനിക്കറിയില്ല. പിന്നെ കുട്ടികളാരോ പറഞ്ഞു എന്തിനാ അവിടെ വന്ന് എഴുതി കുത്തി പോയി പറഞ്ഞു.
ആ അങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെ ഉണ്ടായിക്കോന്ന് പറഞ്ഞു. നോക്കി വെക്കാം. ഈ അലവി 11-ാം വാർഡ് കുമ്പളങ്ങാത്തോടി എന്താ ചോദിച്ചാലേ? ആ എന്റെ അഡ്രസ്സോ? അല്ല നിങ്ങള് അലവി 11-ാം വാർഡ് കുമ്പളങ്ങാത്തോടി നിങ്ങൾ തന്നെയല്ലേ? ആ അതെ അതെ നിങ്ങളാണല്ലേ? നിങ്ങളിപ്പോ മരിച്ചതായിട്ടാ പഞ്ചായത്തിന്റെ രേഖയിലുള്ളത്. ഈ ഇരിക്കണ ഞാനോ? ഒന്നല്ല മാണിക്കല്ല സാറേ, ഞാൻ നിങ്ങളെ മുന്നിലിരിക്കല്ലേ. ഈ ഞാൻ എങ്ങനെ മരിച്ചു? നിങ്ങൾ എന്താ ഈ പറഞ്ഞിട്ട് മനസ്സിലായില്ല. എങ്ങനെ ഞാൻ മറ്റങ്ങോട്ട് നിങ്ങളെ അടുത്തേക്ക് വരുമോ? എന്താ ഞാൻ നിങ്ങൾ ഈ എന്നോട് ഈ പറയുന്നത്? ഞാൻ ഈ എന്താ ചെയ്യണ്ട്? ആകെ മരുന്ന് വാങ്ങാൻ കിട്ടുന്ന കായ അതില്ലാതായിപ്പോ. സാറേ ഞാൻ ലാസ്റ്റ് ഒരു കാര്യം ചോദിച്ചിട്ട്, നിങ്ങൾ ഈ രേഖയിൽ ഞാൻ മരിച്ചു എന്നിപ്പോ എങ്ങനെ നിങ്ങൾക്ക് കിട്ടിയത്? അതാരാ നിങ്ങളോട് പറഞ്ഞത്? ഈ ആയാത്തിലില്ലെന്നെ. അതിനാ ഞങ്ങളോട് നേരത്തെ ചോദിച്ചത് എൻക്വയറിക്ക് ആരെങ്കിലും അവിടെ വന്നിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ല അവിടെ വന്നിരുന്നു, രണ്ടാള് വന്നു. ഒരു 2 പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ വരവില് അപ്പൊ സാറ് അങ്ങോട്ട് കളിക്കും. ആദ്യത്തെ വരവിന് നിങ്ങൾ ഹോസ്പിറ്റലിലാണ് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് 1600 കിട്ടിയത് 500 കമ്മിയാക്കിക്കൊണ്ട് 1100 ആക്കി. പിന്നെ രണ്ടാമത് ഓല് വന്നപ്പോ നിങ്ങൾ വെന്റിലേറ്ററിലാന്ന് പറഞ്ഞത്. അപ്പൊ ഓലാണ് കണക്കൂട്ടി കഴിഞ്ഞ് ബാക്കിയാവൂലെന്ന് ഓല് കണക്കൂട്ടി അതിവിടെ ക്ലോസ് ആയി. അങ്ങനെ ഉണ്ടായിരിക്കും. അപ്പൊ വെന്റിലേറ്റർ എന്താ പറഞ്ഞ? രണ്ടാമത് ഓല് എൻക്വയറിക്ക് വന്ന സമയത്ത് നിങ്ങൾ വെന്റിലേറ്ററിലാണ്. ആ ഇത് കിട്ടാ പിന്നെ ഓ മരിച്ചോ? അത് ഇവിടെ ഓല് തരുന്ന രേഖയിൽ അനുസരിച്ചാണ് ഇവിടെ നമ്മള് പേപ്പർ ശരിയാക്കുന്നത്. ഇതില് കാണുന്നത് നിങ്ങൾ പിന്നെ ജീവല്ല നിങ്ങൾ മരിച്ചുകൊണ്ടെന്നാണ്. ഇനിയിപ്പോ ഞാൻ പിന്നെ ജനിക്കാനെന്താ വേണ്ടേ? അപ്പൊ അല്ല സാറേ, ഇനിയിപ്പോ ഇത് എനിക്ക് കിട്ടാപ്പോ ഞാൻ എന്താ ചെയ്യാ? എനിക്കിപ്പോ ഇത് ഇല്ലാ കാര്യം, മരുന്ന് വാങ്ങാനും കൂടി കായലിട്ടില്ലേ. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെ വാർഡ് മെമ്പറായിരുന്നു നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്നില്ല സാക്ഷ്യപത്രം എഴുതിക്കാണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. ഞാനത് ഇവിടുന്ന് പിന്നെ സാക്ഷ്യപത്രത്തിൽ ഒപ്പിട്ടുകൊണ്ട് ഞാൻ നിങ്ങളൊക്കെ തരാം. അത് നിങ്ങൾ താലൂക്ക് ഓഫീസിൽ കൊണ്ടു കൊടുത്താൽ മതി. അത് പിന്നെ തിരുവനന്തപുരത്ത് പോയിങ്ങാണ്ട് വന്നുകാണ്ട് ആ പേപ്പർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ പേപ്പറുകളൊക്കെ ശരിയാക്കാം. ഒക്കെ ശരിയാക്കിയിട്ട് ഞാൻ പോണോ അതോ ഉൾക്ക പോണ്ടേ? ഇതേട്ടെ നിങ്ങള് മെമ്പറുടെ അടുത്ത് പേപ്പർ വാങ്ങിട്ട് വന്നാൽ മതി. ഞാൻ ഇത് ശരിയാക്കി തന്നിട്ട് പിന്നെ നിങ്ങൾ അതുകൊണ്ട് താലൂക്ക് ഓഫീസിൽ പോയാൽ ഇതൊക്കെ ഇപ്പൊ ശരിയാക്കിയപ്പോ കിട്ടുവോ? പെട്ടെന്ന് കിട്ടുവോ? ഇത് ഒരു നിവൃത്തിയില്ലാണ്ടാ. അത് സർക്കാരിന്റെ കാര്യമില്ലേ, കുറച്ച് താമസം എടുക്കും. സർക്കാരിന്റെ കാര്യം താമസം എടുക്കൂലേ? തിരുവനന്തപുരത്ത് പോയി വന്നിട്ടൊക്കെ വേണ്ടേ, കുറച്ച് താമസം എടുക്കും. അപ്പൊ എനിക്കിപ്പോ ഇത് ഉപയോഗത്തിന് കിട്ടൂല. ഞങ്ങളൊരു കാര്യം ഇതേ പള്ളിത്തോടത്ത് കൊടുത്താക്കി. അല്ല അപ്പൊ എന്താ ചോദിച്ചാൽ ഞാൻ മരിച്ചാലോ അപ്പഴത്തേനെ ഇപ്പൊ ഇത് കിട്ടുള്ളൂ. അപ്പൊ മരിച്ചാൽ തന്നെ മരിച്ചു എഴുതിണ്ടാക്കിയ ആൾക്കാരങ്ങള് സർക്കാരിന്റെ കാര്യം തരാതിരിക്കാൻ എന്ത് വഴിയില്ല അതൊക്കെ നോക്കും.